2026 PK കുര്യാക്കോസ് സ്മാരക പുരസ്കാരത്തിനുള്ള ചെറുകഥാ സമാഹാരങ്ങൾ ക്ഷണിക്കുന്നതായി നെല്ലിക്കുഴി യുഗദീപ്തി ഗ്രന്ഥശാല ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 2025 മികച്ച ചെറുകഥാ സമാഹാരത്തിന് VK ദീപ അർഹയായി. മെയ് 18 ഗ്രന്ഥശാലയിൽ നടക്കുന്ന സമ്മേളനത്തിൽ സംസ്ഥാന ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി അഡ്വക്കേറ്റ് VK മധു പുരസ്കാരം വിതരണം നടത്തും. ഈ വർഷം ചെറുകഥാ സാഹിത്യത്തിനാണ് പുരസ്കാരം നിശ്ചയിച്ചിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ 2023 ജനുവരി 1-നും 2025 ഏപ്രിൽ 30-നുമിടയിൽ ഒന്നാം പതിപ്പായി പ്രസിദ്ധീകരിച്ചിട്ടുള്ള ചെറുകഥാ സമാഹാരങ്ങൾ അവാർഡിനായി ക്ഷണിച്ചിട്ടുണ്ട്. 25,000 രൂപയും ഫലകവും പ്രശസ്തിപത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. പുരസ്കാര നിർണയത്തിനായി ജൂറി അംഗങ്ങളായി കവി ശൈലൻ, കഥാകൃത്ത് സിത്താര S, മാർ ബേസിൽ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ ബോബി P. കുര്യാക്കോസ് എന്നിവരെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. 2025 മികച്ച ചെറുകഥാ സമാഹാരത്തിനുള്ള പുരസ്കാരം VK ദീപ എഴുതിയ ഭവിഷ്യതി എന്ന ചെറുകഥാ സമാഹാരത്തിന് ലഭിച്ചു. PK കുര്യാക്കോസ് സാറ് ഞങ്ങളുടെ ലൈബ്രറിയുടെ പ്രസിഡൻ്റായിരുന്നു. അദ്ദേഹം കോതമംഗലത്തെ ആദ്യത്തെ ലൈബ്രറി കൗൺസിലിൻ്റെ പ്രസിഡൻറ്റും സെക്രട്ടറിയുമായിരുന്നു. പോസ്റ്റൽ ആൻഡ് ടെലിഗ്രാഫ് ഡിപ്പാർട്ട്മെൻറ്റിലെ NFPTയുടെ സംസ്ഥാന പ്രസിഡൻ്റായി ദീർഘകാലം പ്രവർത്തിച്ചതാണ്. കോതമംഗലത്തെ ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ ആദ്യകാല സംഘാടകനും നേതാവുമായിരുന്നു. CPIMൻ്റെ ലോക്കൽ കമ്മിറ്റി മെമ്പറായിരുന്നു. അദ്ദേഹം ദീർഘകാലമായി പ്രസിഡൻ്റായിരുന്ന യുഗദീപ്തി ഗ്രന്ഥശാല അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്കായിട്ടാണ് PK കുര്യാക്കോസ് സാറ് സ്മാരക പുരസ്കാരം ഏർപ്പെടുത്തിയിട്ടുള്ളത്. അത് സാഹിത്യത്തിന് ആ നിലയിൽ ചെയ്യുന്ന പുസ്തകത്തിനാണ് അവാർഡ് കൊടുത്തത്. ഇതിപ്പോൾ രണ്ടാമത്തെയാണ്. കഴിഞ്ഞ വർഷം MV ജനാർദ്ദനൻ എഴുതിയ പെരുമലയൻ എന്ന നോവലിനാണ് അവാർഡ് കൊടുത്തത്. ഈ വർഷം ഞങ്ങൾ ആലോചിച്ചത് ലൈബ്രറി കമ്മിറ്റി ആലോചിച്ചത് ചെറുകഥകൾക്ക് കൊടുക്കണമെന്നാണ്. 25,000 രൂപയും ക്യാഷ് അവാർഡും ഫലവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് ഈ PK കുര്യാക്കോസ് സ്മാരക പുരസ്കാരം. 2026 മെയ് 18 നെല്ലിക്കുഴി യുഗദീപ്തി ഗ്രന്ഥശാലയിൽ നടക്കുന്ന സമ്മേളനത്തിൽ വച്ച് സംസ്ഥാന ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി അഡ്വക്കേറ്റ് VK മധു പുരസ്കാര വിതരണം നടത്തും. ന്യൂസ് ഡെസ്ക് KCB ന്യൂസ്.